ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 2023 ജനുവരി മുതലുള്ള PSC ബുള്ളറ്റിൻ പ്രകാരമുള്ള കറണ്ട് അഫയേഴ്സാണ്. തുടർന്ന് അങ്ങോട്ട് 2023, 2022, 2024 ഈ 3 വർഷങ്ങളിലെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് PSC ബുള്ളറ്റിൻ ആയതുകൊണ്ട് തന്നെ ചെറിയ ഫോണ്ടാണ്, ഞാൻ സൂം ചെയ്ത് വെച്ചത് കൊണ്ട് വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് പിക്സൽ കൂട്ടി വെച്ച് വീഡിയോയുടെ ആ ഒരു ക്ലാരിറ്റി കൂട്ടി വെച്ചിട്ട് വായിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. സോ ആദ്യമായിട്ട് നമ്മൾ വേർപാടുകൾ 2023 മരണപ്പെട്ട കുറച്ച് ആളുകളുടെ പേരാണ്. സോ ഇവിടെ ആളുകളുടെ പേരും അവരുടെ മേഖലയും നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. ആദ്യമായിട്ട് K. അയ്യപ്പൻ പിള്ള. അദ്ദേഹം 107 വയസ്സിലാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, മുതിർന്ന അഭിഭാഷകനായിരുന്നു, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ചാലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ്. അപ്പോൾ അയ്യപ്പൻ പിള്ള ഏത് മേഖലയിലാണ് പ്രശസ്തൻ? സ്വതന്ത്ര സമര സേനാനി, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തു, അതിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ചാലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ്. ദെൻ CV ത്രിവിക്രമൻ. അടുത്തൊരു പേരാണ് CV ത്രിവിക്രമൻ. അദ്ദേഹം വയലാർ സ്മാരക ട്രസ്റ്റിൻ്റെ സ്ഥാപക സെക്രട്ടറിയാണ്. വയലാർ സ്മാരക ട്രസ്റ്റ്. പ്രശസ്ത സിനിമ സീരിയൽ നടി മാലാ പാർവതി മകളാണ് അല്ലേ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ടുള്ള മാലാ പാർവതി ഇദ്ദേഹത്തിൻ്റെ മകളാണ്. ദെൻ ഹിന്ദി ഭാഷാ പണ്ഡിതനും അധ്യാപകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ N. ചന്ദ്രശേഖരൻ നായർ. ചന്ദ്രശേഖരൻ നായർ ഇദ്ദേഹം ഹിന്ദി ഭാഷാ പണ്ഡിതനാണ്, അധ്യാപകൻ. മാത്രമല്ല 2020 പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. 2020 പത്മശ്രീ പുരസ്കാരം. കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ചന്ദ്രശേഖർ നായർ പഠിച്ചു വെക്കുക, ഹിന്ദി ഭാഷാ പണ്ഡിതനാണ്, അതുകൊണ്ട് തന്നെ കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന് 2020 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ പോയിന്റുകൾ ഓർത്തു വെക്കുക. ദെൻ കുട്ടനാശാൻ 84 വയസ്സിൽ മരണപ്പെട്ട ആളാണ്. അദ്ദേഹം കഥകളി നടനാണ്, പ്രഗത്ഭ കഥകളി നടനാണ്. കലാമണ്ഡലം കുട്ടനാശാൻ. സംസ്ഥാന സർക്കാരിൻ്റെ കഥകളി അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കഥകളി അവാർഡ്, കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡ്, ഇത് രണ്ടും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ദെൻ S. രമേശൻ കവിയും പുരോഗമന കലാസാഹിത്യ സംഘം മുൻ ജനറൽ സെക്രട്ടറിയുമാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ ജേക്കബ് ഈപ്പൻ. ഡോക്ടർ ജേക്കബ് ഈപ്പൻ. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യത്തെ സാമ്പത്തിക ഉപദേഷ്ടാവ്. അപ്പം ഇങ്ങനെയുള്ള ഫാക്റ്റുകളാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലേ. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, നമ്മുടെ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ജേക്കബ് ഈപ്പൻ. ദെൻ സിഡ്നി പോയിറ്റിയർ ഒരു കറുത്ത വർഗക്കാരനായിട്ടുള്ള നടനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗക്കാരനായ നടൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗക്കാരനായിട്ടുള്ള നടൻ സിഡ്നി പോയിറ്റിയർ ആണ്. സിഡ്നി പോയിറ്റിയർ കേട്ടോ, ആദ്യ കറുത്ത വർഗക്കാരനായിട്ടുള്ള നടൻ എന്നുള്ളത് ഓർക്കുക. ദെൻ സംഗീത സംവിധായകനും ഗായകനുമായിട്ടുള്ള ആലപ്പി രംഗനാഥ്. സംഗീത സംവിധായകനും ഗായകനുമാണ്. അദ്ദേഹത്തിന് ഒട്ടേറെ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ രചിക്കുകയും സംഗീതം പകരുകയും ചെയ്തു. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ 2021
ഹരിവരാസനം പുരസ്കാരം. നമ്മൾ സ്ഥിരം പഠിച്ചു വെക്കുന്ന അവാർഡുകളിൽ പെട്ടതാണ് ഹരിവരാസനം. 2021 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ഒരാളാണ് ആലപ്പി രംഗനാഥ്. ആലപ്പി രംഗനാഥ്. ദെൻ പാരമ്പര്യ നൃത്തരൂപമായ കഥക്കിനെ ലോക പ്രശസ്തമായ കലാരൂപമായി വളർത്തിയ പ്രശസ്തനായിട്ടുള്ള ഒരു നർത്തകനാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജ്. പണ്ഡിറ്റ് ബിർജു മഹാരാജ്. ബിജ്മോഹൻ മഹാരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് നൃത്തരൂപവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാം. അദ്ദേഹം കഥക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. കഥക്. പണ്ഡിറ്റ് ബിർജു മഹാരാജ് കഥക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പത്മഭൂഷൺ കേട്ടോ. പത്മഭൂഷണാണ്. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പ്രകൃതി സംരക്ഷണത്തിൻ്റെയും സുസ്ഥിര വികസനത്തിൻ്റെയും പ്രചാരകനായിരുന്ന പ്രൊഫസർ MK പ്രസാദ് അദ്ദേഹവും മരണപ്പെട്ടു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ അധ്യക്ഷനാണ്. ബ്രസീലിയൻ സാമ്പ ഇതിഹാസം ഗായിക എൽസ സോറാസ്. ഗായികയായിട്ടുള്ള എൽസ സോറാസ് 2000 BBC റേഡിയോ വോയിസ് ഓഫ് ദ മില്ലേനിയമായി അമേരിക്കൻ സിസ് പാട്ടുകാരി ടിന ട്യൂണർ എന്ന ഗായികയ്ക്കൊപ്പം തിരഞ്ഞെടുത്തത് എൽസ സോറാസിനെയാണ്. കളിക്കാരനും പരിശീലകനായും ഇന്ത്യൻ ഫുട്ബോളിൽ നിറഞ്ഞു നിന്ന പ്രശസ്തനായിട്ടുള്ള താരം സുഭാഷ് ഭൗമിക്. അദ്ദേഹവും വിയോഗം പ്രാപിച്ചു. 1970 ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഇന്ത്യക്കാരനാണ് സുഭാഷ് ഭൗമിക്. ഫുട്ബോളറാണ്. 1970 ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു. ദെൻ അമേരിക്കൻ റോക്ക് സംഗീത ഇതിഹാസം മീറ്റ് ലോഫ് എന്ന മാർവിൻ ലീ അഡേ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മാർവിൻ ലീ അഡേ. 1993 ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഗ്രാമി പുരസ്കാരം ഉന്നതമായിട്ടുള്ളൊരു പുരസ്കാരമാണ്. ബാറ്റ് ഔട്ട് ഓഫ് ഹെൽ. ബാറ്റ് ഔട്ട് ഓഫ് ഹെൽ എന്ന കാലത്തെ മികച്ച ബെസ്റ്റ് സെല്ലിംഗ് ആൽബത്തിൻ്റെയും സൃഷ്ടാവ് മാർവിൻ ലീ അഡേയാണ്. ഒരു പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകനും പാരമ്പര്യ വൈദ്യനുമായിട്ടുള്ള ഗോപാലകൃഷ്ണ ഭട്ട്. അപ്പോൾ ഗോപാലകൃഷ്ണ ഭട്ട് അദ്ദേഹം വൈദ്യനാണ്. പാരമ്പര്യ വൈദ്യനാണ്. ജീവകാരുണ്യ പ്രവർത്തകനാണ്. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു നൽകിയാണ് ഇദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത് കേട്ടോ. അതും ഓർത്തു വെക്കുക. ദെൻ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV. അപ്പോൾ HIV കണ്ടെത്തിയ ഫ്രഞ്ച് വൈറോളജിസ്റ്റ് ല്യൂക്ക് മൊണ്ടൈനർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. HIV വൈറസിനെ കണ്ടെത്തിയ ല്യൂക്ക് മൊണ്ടൈനർ അദ്ദേഹവും മരണപ്പെട്ടു. 1983 മൊണ്ടൈനർ സഹപ്രവർത്തകനായിട്ടുള്ള ഫ്രാങ്കോയിസ് ബാരേസിനോസി എന്ന ആളുമായിട്ട് ചേർന്ന് എയ്ഡ്സിന് കാരണമായിട്ടുള്ള HIV വൈറസ് കണ്ടെത്തുന്നത്. ഈ നേട്ടത്തിന് 2008 ഇവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? മെഡിക്കൽ സയൻസിൽ വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HIV വൈറസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് ലൂക്ക് മൊണ്ടൈനർ ആണ്. ഈ കണ്ടെത്തലിൽ 2008 അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിക്കും നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്ത ഒരു ചോദ്യം. സാധാരണക്കാരന് വേണ്ടി മോട്ടോർ വാഹന വ്യവസായം പടുത്തുയർത്തിയ പ്രമുഖ വ്യവസായിയായും ബാലാജ് ഓട്ടോയുടെ മുൻ ചെയർമാനുമായി പ്രശസ്തനായ രാഹുൽ ബാലാജ്. ബാലാജ് അല്ല ബജാജ് ആണ് കേട്ടോ. ബജാജ് കേട്ടോ. ബാലാജ് അല്ല ബജാജ്. അപ്പോൾ ബജാജ് കമ്പനിയുടെ മുൻ ചെയർമാൻ രാഹുൽ ബജാജ് മരണപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ബജാജിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു വന്നതിനോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഉറച്ചു നിന്നുവെന്നതും അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ്. 2001 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. 2006 മുതൽ 2010 വരെ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു. ദെൻ ഭാരതത്തിൻ്റെ വാനമ്പാടി
ലതാ മഹേഷ്കർ, ഭാരതത്തിൻ്റെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്ന ലതാ മഹേഷ്കർ 36 ഭാഷകളിലായി 36,000-ഓളം ഗാനങ്ങളുമായി 70 ആണ്ടോളം ഇന്ത്യയുടെ ഹൃദയനാദമായിരുന്നു ഈ അനുഗ്രഹീത ഗായക. ഭാരതരത്നം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ തുടങ്ങിയ ഒരുപാട് പുരസ്കാരം നേടിയിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 3 തവണ നേടിയിട്ടുണ്ട്. 1999 മുതൽ 2005 വരെ രാജ്യസഭാംഗമായിരുന്നു. ദെൻ പ്രശസ്ത ഗായിക ആശ ഭോസ്ലെ സഹോദരിയാണ്. ലതാ മഹേഷ്കറും ഈ ഒരു വർഷത്തിലാണ് മരണപ്പെടുന്നത്. ചരിത്ര പണ്ഡിതനും ഗ്രന്ഥകാരനും അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ എം ഗംഗാധരൻ മരണപ്പെട്ടു. ചരിത്ര പണ്ഡിതൻ MGS നാരായണന്റെ അനന്തരവനാണ്. ദെൻ കേരള കലാമണ്ഡലത്തെയും കഥകളിയെയും ലോകപ്രശസ്തമാക്കിയിട്ടുള്ള മിലേന സാൽവിനി അന്തരിച്ചു. കലാമണ്ഡലത്തിലെ ആദ്യകാല വിദേശ വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ മണ്ഡലത്തിലെ ആദ്യത്തെ വിദേശ വിദ്യാർത്ഥിനി മിലേന സാൽവിനിയാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ മിലേന സാൽവിനി. 1964 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ നായകനായിരുന്ന ചരൺജിത് സിംഗ് മരണപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. 1964 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ചരൺജിത് സിംഗ്. ദെൻ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച തത്വചിന്തകനും കവിയും ബുദ്ധ സന്യാസിയുമായിട്ടുള്ള തിച്ച് നാറ്റ് ഫാൻ മരണപ്പെട്ടു. അദ്ദേഹം മനോപൂർണത ചിന്താധാര അഥവാ മൈൻഡ്ഫുൾനെസിന്റെ പിതാവാണ് തിച്ച് നാറ്റ് ഫാൻ. പ്ലം വില്ലേജ് ട്രഡിഷൻ എന്ന പേരിൽ ലോകം മുഴുവനും ബുദ്ധിസ്റ്റ് ആശ്രമങ്ങളും ധ്യാന കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. സോ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. കാരണം ഇവിടെ മഴയും അതേപോലെ കുറച്ച് നോയ്സൊക്കെ ഉണ്ട്. കുറച്ച് ലെങ്തി ആയിട്ട് ക്ലാസ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. കുറച്ച് ലെങ്തി ആയിട്ട് ക്ലാസ് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. തൽക്കാലം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. ഇനി വരുന്ന പരീക്ഷകൾ തൊട്ടടുത്ത് തന്നെ 10th പ്രിലിംസും അതേപോലുള്ള പരീക്ഷകളൊക്കെ വരാൻ പോകുന്നുണ്ട്. അതിലേക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.